ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വാൾ ഡെക്കറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാൾ ഡെക്കർ ഉണ്ടാക്കുന്നത് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പേസ്റ്റ് ബോർഡിൻ്റെ സ്ക്വയർ പീസോ അല്ലെങ്കിൽ തെർമോക്കോളോ അങ്ങനെ എന്തെങ്കിലും ഒരു ബോർഡാണ് കേട്ടോ വേണ്ടത്. നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് എന്താണ്, തെർമോക്കോളിൻ്റെ ബോർഡാണ്. ഇനിയിപ്പോൾ നമുക്ക് വേസ്റ്റ് മെറ്റീരിയലായിട്ട് വേണ്ടത് പാക്കിൻ്റെ തോടാണ്. നമുക്ക് ഈ ഒരു പാക്കിൻ്റെ തോട് കണ്ടപ്പോൾ കിട്ടിയ ഒരു ഐഡിയ ആണിത്. ഇനിയിപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ ഷേപ്പിലാണ് നിങ്ങളുടെ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടൊക്കെ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കുക. നമ്മളിവിടെ ഇതാ ഈ രൂപത്തിൽ നടുക്കൂടെ തണ്ടൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിലാണ്. പിന്നെ പൂവിൻ്റെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ പകുതി പൂ, ഫുൾ പൂ, അങ്ങനെ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മളിവിടെ എടുക്കുന്നത് ഗ്ലൂ ഗണ്ണാണ് കേട്ടോ ഒട്ടിക്കാനായിട്ട്. അങ്ങനെ അതെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തണ്ട് വെച്ച് കൊടുക്കണം. തണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് കില്ലിങ് ആർട്ടിന് ചെയ്യുന്ന ഒരു പേപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറിൻ്റെ സൈഡിൽ ഇങ്ങനെ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്താൽ മതി. നമ്മളത് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് അങ്ങ് എടുക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് അറേഞ്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ വളച്ചും നിങ്ങളുടെ യുക്തിയിൽ എന്ത് ചെയ്യുക, അത് വെക്കുക. അതിനുശേഷം അത് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മളിവിടെ ക്ലിയറിൻ്റെ ഒരു ഗ്ലൂ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, തുറക്കുക, എന്നിട്ട് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത ഷേപ്പിൽ എന്ത് ചെയ്യാം, നമ്മൾ പശ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രൂപത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ഫിക്സ് ആയിട്ടിരിക്കും. അപ്പോൾ അടിപൊളിയായിരിക്കും. ഒരു ലീഫൊക്കെ വെക്കുന്ന സമയത്തായാലും അതിൻ്റെ നല്ല ഭംഗിയുണ്ടാകും കേട്ടോ കാണാൻ. അപ്പോൾ നമുക്കതൊന്ന് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ നിങ്ങൾ നോക്കിയോളൂ, താഴോട്ട് വരുന്ന എഡ്ജൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ അടിപൊളിയായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ലീഫ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു പേപ്പറുണ്ട്. ഈ പേപ്പറിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് രണ്ട് മൂന്ന് മടക്കൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇലയുടെ ഒരു ഷേപ്പ് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 2-3 എണ്ണം ഒരുമിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ 2-3 എണ്ണം ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്യാൻ നിൽക്കേണ്ട. നമ്മളങ്ങനെ ഒരെണ്ണം ഇവിടെ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. 2-3 എണ്ണം മടക്കി വെച്ചിട്ട് നമ്മൾ ഒന്നിച്ചങ്ങ് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ രൂപത്തിലാണ് നമുക്ക് ഈ ഷേപ്പ് കിട്ടുക. നമുക്ക് വേണ്ട കട്ട് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അതൊന്നും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വലിച്ചും ഇതാക്കുക. കാര്യം ആ ഒരു പേപ്പറെന്ന് പറഞ്ഞാൽ പ്രത്യേകതയുണ്ട്. നമുക്ക് എങ്ങനെ വെക്കുന്നു ആ രൂപത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അപ്പുറം ഇപ്പുറം 2 ഷെയ്ഡ് കളറാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്ലവറിൻ്റെ അടിയിലേക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പേപ്പർ ഒട്ടിക്കുന്നത് നമ്മൾ ആ ഒരു ക്ലിയർ ഗ്ലൂ വെച്ചാണ്. ഒരെണ്ണം നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട്. ബാക്കി നമ്മൾ അതുപോലെ തന്നെ എല്ലാം വെക്കുകയാണ്. അങ്ങനെ എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ താഴെ മേളിൽ ഫുള്ള് നോക്കിയോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സാധനത്തിൽ റോസ് അല്ലെങ്കിൽ ചുമല പൂവിന് വേണ്ടി കളർ കൊടുത്തു കഴിഞ്ഞാൽ അതും ഗെറ്റപ്പായിരിക്കും. ഏകദേശം ഒരു ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ കുറച്ച് ക്ലിയറും കൂടി തേച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, പൂവിന് ഫ്രണ്ടിലായിട്ട് ഒരു കളറും ഒക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ഐറ്റം. അപ്പോൾ നിങ്ങൾ ക്ലിയർ ഒക്കെ ചെയ്ത് കൊടുത്തപ്പോൾ സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാക്കിൻ്റെ തോട് കണ്ടപ്പോൾ കിട്ടിയ ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞ് നമ്മളത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യുക, അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത കിട്ടിയില്ല വീഡിയോ കണ്ടുകൊണ്ടിരുന്നേരം. ബൈ.